ഹായ് ഓൾ. നമ്മൾ ഈ ഇയർ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ജാനുവരിയിൽ ചെയ്ത ഒരു യാത്രൻ്റെ കുട്ടി വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഡിസംബറിൽ നമ്മുടെ ബുട്ടിക്കിൽ ആവശ്യത്തിലധികം വർക്കും പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളൊരു യാത്ര പോയി. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളതൊന്നുമല്ല, പെട്ടെന്ന് മൂപ്പര് പ്ലാൻ ചെയ്തതാണ്. റിസോർട്ടിലേക്കാണ് പോകുന്നതെന്നറിയാം, പക്ഷെ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴത്തേക്കും എത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതായത് നല്ലൊരു റിലാക്സേഷൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അതിന് പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടായിരുന്നു ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു, ഒരുപാട് ഓടാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പോയപ്പാട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ റൂം റെഡി ആവുന്നത് വരെ ഒരു കേവ് റൂമിലായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തത്. അത് നല്ലൊരു സംഭവമായിരുന്നു. കംപ്ലീറ്റ്ലി ഈ പാറ കൊണ്ടുള്ള ഒരു ഇൻറ്റീരിയർ ചെയ്ത ഒരു റൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ നമുക്കൊരു നെഗറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്പോട്ടായിരുന്നു. ഇനി നമുക്ക് നമ്മളെ റൂമിലേക്ക് പോകാം, നമ്മളെ വില്ലയിലേക്ക് നമുക്ക് പോകാം. നല്ല അടിപൊളി റൂമായിരുന്നു. നല്ലൊരു പ്രീമിയം ലുക്കുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസോർട്ടിലൊക്കെയുള്ള ബെഡ് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് കിടന്ന് ഉറങ്ങാനേ തോന്നുള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സർപ്രൈസ് ഇതായിരുന്നു, പ്രൈവറ്റ് പൂൾ ഇല്ലായിരുന്നു. അത് അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എപ്പോഴും റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ കോമൺ പൂളിൽ നമുക്ക് വെള്ളത്തിൽ കളിക്കുമ്പോഴൊക്കെ നമുക്കൊരു പ്രൈവസീൻ്റെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പം എപ്പോഴും പറയുമായിരുന്നു നമുക്കിനി നെക്സ്റ്റ് പ്രൈവറ്റ് പൂളിലേക്ക് പോകണമെന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. ഐറന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾ പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ പുറത്തെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്ലേ ഏരിയയും പിന്നെ ക്യാരംസ് കളിക്കാനുള്ള ഒരു സ്പോട്ടും പിന്നെ സൺസെറ്റ് കാണാനുള്ള ഒരു സ്പോട്ടും മാത്രമാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ ഔട്ട്ഡോർ എന്ന് പറയാൻ, ഔട്ട്ഡോർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടില്ല. പക്ഷേ ഔട്ട്ഡോർ വൈബ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. നമുക്കിപ്പോൾ ആ പുറത്തുനിന്ന് വില്ലാസ് കാണുമ്പോഴും അവിടെയുള്ള മരങ്ങളും കാഴ്ചകളെല്ലാം കാണുമ്പം സത്യം പറഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലേനു അവിടെ ഉണ്ടായിരുന്നത്. ആ വില്ലൻ്റെ സ്റ്റൈലും ആ ഒരു പാസേജസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈലാണ് ഉണ്ടായത്. അവിടുത്തെ മരങ്ങൾക്ക് തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയി. നല്ല ടോപ്പ് വ്യൂ എന്ന് ആദ്യമായിട്ടാണ് സൺസെറ്റ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ വില്ലാസിനൊക്കെ എന്തോ ഒരു ഭംഗിയുണ്ട്. എൻ്റെ ഒരു ഫീലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹൈറ്റ് എന്ന മലകളും മഞ്ഞും ഒക്കെ മൂടിക്കിടക്കുന്ന ആ ഒരു വ്യൂവിൽ സൺസെറ്റ് കാണാമെന്ന് പറയുമ്പം ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഈ സൺസെറ്റിന് ശേഷമുള്ള ആകാശം കാണാനും ഭയങ്കര രസമാണ്. ഞാനതൊക്കെ കുറച്ച് നല്ല ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരു നേച്ചർ എൻജോയ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ആ പാസീവിലെ കൂടിയൊക്കെ കുറേ നടന്നു. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് പൂള് അല്ലാണ്ട് കോമൺ ആയിട്ടൊരു പൂളും കൂടിയുണ്ട്, അത് കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, മരങ്ങളും ആകാശത്തും എന്തോ ഒരു ഭംഗി. ഞാൻ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിരുന്നു അവിടെ പോയിട്ട്. കാരണം വേറൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അവിടെ തന്നെയായിരുന്നു, അവിടെ ലൈവായിട്ട് നമ്മളെ മൈൻഡ് മൊത്തം അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുത്ത് മതിയാകുന്നുണ്ടായിട്ടില്ല. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു ലാംപ്സൊക്കെ ഓണാക്കിയപ്പം ഭയങ്കര രസമായിരുന്നു. ആ ഒരു സമയത്തുണ്ടായ വൈബ് എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാം. നല്ല രസമുണ്ടായിരുന്നു അതിലേ കൂടി നടക്കാൻ. അങ്ങനെ നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ അന്നത്തെ ദിവസം നമ്മൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസും ചിക്കനും കഴിച്ചു.
അപ്പോൾ നമുക്ക് രാവിലത്തെ വ്യൂ കണ്ടു നോക്കാം. രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പ്രെഡൊക്കെ പുതച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമായിരിക്കും. മണ്ണൊക്കെ മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ആ ഒരു വൈബിൽ അങ്ങ് നിന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, ഓംലെറ്റ്, അതുപോലെ തന്നെ പൂരി, പരിപ്പ് കറി, ഇഡ്ഡലി, സാമ്പാർ. എൻ്റെ എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാലുള്ള ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറൊന്നും. പുറത്തുനിന്ന് പറയുമ്പോൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കഴിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അയറിന് എത്ര വെള്ളത്തിൽ കളിച്ച് മതിയാകുന്നുണ്ടായില്ല. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിലാണ് നമ്മൾ പൂളിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തത്. അങ്ങനെ ഒരു 12 മണി 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. നല്ല വിഷമമുണ്ടായിരുന്നു അവിടെ നിന്ന് പോരുമ്പോൾ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഏകദേശം സമയമൊന്നും ഓർമ്മയില്ല. കൂത്തുപറമ്പ് ടൗണിലെത്തി. അവിടെ നിന്ന് നല്ല പെരി മന്തിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം നല്ല അടിപൊളി റിലാക്സ് ആവാൻ പറ്റിയ സ്പോട്ടിലേക്കാണ് നമ്മൾ പോയത്. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.